പൗരത്വ നിയമ കേസിൽ സുപ്രീം കോടതി നിലപാട് മുസ്ലിം ലീഗിന്റെ വിജയമെന്ന് അഭിഭാഷകൻ ഹാരിസ് ബീരാൻ പറഞ്ഞു. 3 ആഴ്ച കൊണ്ട് പൗരത്വം കൊടുക്കാൻ കഴിയില്ല. അഥവാ 3 ആഴ്ചയ്ക്കിടെ പൗരത്വം കൊടുത്താലും കോടതിയെ സമീപിക്കാം. അങ്ങനെ വന്നാൽ തുടർ നടപടിയെടുക്കാൻ സുപ്രീം കോടതി ഉറപ്പു നൽകിയെന്നും ലീഗ് അഭിഭാഷകൻ പറഞ്ഞു. ഇന്ന് കോടതിയിൽ ഉണ്ടായത് ഫലത്തിൽ ഒരു വലിയ റിലീഫ് തന്നെയാണ്. കോടതി എന്താണ് ഇന്ന് പറഞ്ഞതെന്നും ഇതുകൊണ്ട് ഉള്ള ഇമ്പാക്റ്റ് എന്താണെന്നും കപിൽ സിബിൽ ആയിട്ട് ഇപ്പം ഞങ്ങൾ സംസാരിച്ചു. ആ കാര്യങ്ങൾ ശ്രീ ഹാരിസ് ബീരാൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊന്ന് സാങ്കേതിക കോർട്ടിലുണ്ടായത് അക്ഷരാർത്ഥത്തിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ലീഗിന് വേണ്ടി ഹാജരായത് ഹാരിസ് ബീരാനാണ്. അഡ്വക്കേറ്റ് അദ്ദേഹം സംസാരിക്കും. ഇന്നിപ്പോ മാർച്ച് 11 നോട്ടിഫൈ ചെയ്ത സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിന്റെ റൂൾസ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയാണെന്ന് സുപ്രീം കോടതി പരിഗണിച്ചത്. അപ്പോൾ ആക്ട് 2019 ഡിസംബറിൽ കൊണ്ടുവന്നിട്ട് 4 വർഷവും 3 മാസത്തിന് ശേഷമാണ് റൂൾസ് കൊണ്ടുവന്നത്. അപ്പോൾ ഡിസംബറിൽ കേസ് വന്നപ്പോൾ ഇത് സ്റ്റേ ചെയ്യാതിരുന്നതിന്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ഈ റൂൾസ് നോട്ടിഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റൂൾസ് നോട്ടിഫൈ ചെയ്തപ്പോൾ തന്നെ സ്റ്റേ ആപ്ലിക്കേഷനുമായിട്ട് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ എത്തിയത്. മുസ്ലിം ലീഗിന്റെയാണ് ലീഡ് ഹർജി ഇതിനകത്ത്. ഇന്നിപ്പോ കോടതിയിൽ കേസ് വന്നപ്പോൾ സ്റ്റേ തന്നെ ആവശ്യപ്പെടും. അതായത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണത് തടയണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ലീഗ് കോടതിയുടെ മുമ്പിൽ വെച്ചത്. അപ്പോൾ അതിനകത്ത് കേന്ദ്ര സർക്കാർ പറഞ്ഞു അവർക്ക് ഇതിനകത്ത് മറുപടി ഫയൽ ചെയ്യണം. അതായത് ലീഗ് ഫയൽ ചെയ്ത സ്റ്റേ ആപ്ലിക്കേഷൻ ഒരു മറുപടി ഫയൽ ചെയ്യണമെന്നുള്ള ആവശ്യമാണ് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ മുന്നിൽ ഉന്നയിച്ചത്. ആ സമയം ഇന്ന് കൊടുത്തു. അവർ 4 ആഴ്ച ചോദിച്ചെങ്കിലും 3 ആഴ്ച സമയമാണ് ചോദിച്ചത്, കോടതി കൊടുത്തത്. അപ്പൊ ഈ 3 ആഴ്ചക്കകം ആർക്കും പൗരത്വം കൊടുക്കരുത് എന്നുള്ള മറ്റൊരു വാദമാണ് കോടതിയിൽ ലീഗ് ഉന്നയിച്ചത്. അതിന് മറുപടിയായിട്ട് കോടതി തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂൾസ് അനുസരിച്ചിട്ട് പല ടയറിലുള്ള കമ്മിറ്റികൾ നിലവിൽ വരാനുണ്ട്. എംപവേർഡ് കമ്മിറ്റി, ഡിസ്ട്രിക്ട് കമ്മിറ്റി, അങ്ങനെ പല ടയറിലുള്ള കമ്മിറ്റികൾ നിലവിൽ വരാനുണ്ട്. ആ കമ്മിറ്റികളൊന്നും നിലവിൽ വന്നിട്ടില്ല. അതിനെല്ലാം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഈ 3 ആഴ്ചക്കകം ആർക്കും പൗരത്വം കൊടുക്കണ ഒരു കാര്യം ഉദിച്ചു വരുന്നില്ല എന്നുള്ള കാരണമാണ് കോടതി തന്നെ പറഞ്ഞത്. മാത്രമല്ല കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു, ഇനി ഈ 3 ആഴ്ചക്കകം ആർക്കെങ്കിലും പൗരത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ ലീഗിന് തിരിച്ച് കോടതിയിൽ വന്ന് അത് പരാമർശിച്ചിട്ട് അങ്ങനെ ഒരു സംഗതി നടന്നു എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ വേറെ അനന്തര നടപടികൾ എടുക്കാമെന്നും കോടതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കോടതിയുടെ അവസാന വിധി ഉത്തരവിനനുസരിച്ചായിരിക്കും അപ്പൊ ഈ ഒരു 3 ആഴ്ചക്കുള്ളിൽ ഏതെങ്കിലും നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ? തീർച്ചയായിട്ടും കോടതി പറഞ്ഞത് ഇനി ഒരു നീക്കവും, അതായത് പൗരത്വം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനവും എടുക്കാനുള്ള ഒരു സമയം ഇപ്പോ കേന്ദ്ര സർക്കാരിനില്ല. ഇപ്പൊ ഇനി ഫാസ്റ്റ് ട്രാക്ക് ചെയ്തിട്ട് തന്നെ ആർക്കെങ്കിലും പൗരത്വം കൊടുക്കുകയാണെങ്കിൽ പോലും ആ കൊടുക്കുന്നതിനെതിരെ ലീഗിന് കോടതിയിൽ വന്ന് പരാമർശിച്ചിട്ട് അത് കോടതിയെ ബോധ്യപ്പെടുത്താവുന്നതാണ് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരത്വം കൊടുക്കുന്നത് എന്തായാലും ഈ സ്റ്റേ ആപ്ലിക്കേഷൻ പരിഗണിക്കുന്നത് വരെയും നടക്കുകയില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേന്ദ്രം ഈ സ്റ്റേ എന്നുള്ള കാര്യത്തിനെ എതിർക്കുന്ന ഒരു സോളിസിറ്റർ ജനറൽ വളരെ കൃത്യമായി എതിർക്കുന്നുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല 237 ഹർജികളിൽ ഇപ്പൊ ഇടക്കാല ഉത്തരവ് തേടിയുള്ള ഹർജികൾ 7 ലീഗിന്റെ അടക്കം പ്രത്യേകമാണ് വന്നത്. അപ്പൊ ഈ നോട്ടീസ് അയച്ചതിൽ ഒരു വ്യക്തത എങ്ങനെയാണ്? സോളിസിറ്റർ പറഞ്ഞത് ഈ റൂൾസ് നോട്ടിഫൈ ചെയ്തതിന് ശേഷം സ്റ്റേ പെറ്റീഷൻ വന്നിരിക്കുന്നതെല്ലാം പുതിയ ഹർജികളാണ്. ആ പുതിയ ഹർജികൾക്കെല്ലാം കേന്ദ്ര സർക്കാർ മറുപടി നൽകണമെന്നാണ് സോളിസിറ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ മറുപടി നൽകാനാണ് ഇപ്പൊ സുപ്രീം കോടതി സമയം നൽകിയിരിക്കുന്നത്. പക്ഷേ അതിന് ഈ മറുപടി നൽകുന്നതും അടുത്ത പ്രാവശ്യം കോടതിയിൽ കേസ് വരുന്നതിനിടയിൽ ആർക്കും പൗരത്വം നൽകരുത് എന്നുള്ളതായിരുന്നു ലീഗിന്റെ ആവശ്യം. ആ ആവശ്യം കോടതി ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും അംഗീകരിച്ചു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. ഓക്കെ, താങ്ക് യു. ഫർദർ ക്വസ്റ്റ്യൻ അല്ല ആരിസ് പറഞ്ഞല്ലോ. ഇംഗ്ലീഷ് ആരിസ് പറഞ്ഞോ, ഞാൻ പറഞ്ഞു. ടുഡേ